ഞാനും ചേട്ടായും കൂടെ ചേട്ടാ മോന്തിരിക്കുന്നു പറഞ്ഞിരിക്കുക. ഇച്ചിരി അരി, ഒരു ശക്കല ആട്ട, ഒരു പാക്കറ്റ് കടുക് എന്നും പറഞ്ഞ് വന്നുകൊണ്ട് വെയിറ്റ് ചെയ്താൽ ഇനി ഇവിടെ നിന്ന് പോകുന്നിടം വരെ ഈ ക്യാമ്പിനകത്തൊന്നും നിന്നെ വെളിയിൽ ഇറക്കത്തില്ല. വന്നിരിക്കുന്നുണ്ടോ ചുമ്മാ ഇങ്ങനെ വന്ന് വെക്കുന്നുള്ളൂ. എന്ത് വീട്ടിലെ സാധനം വാങ്ങിച്ചതാ, അല്ലാതെ ഞാനൊന്നും വാങ്ങിച്ചില്ല. അല്ലാതെ വേറെ എനിക്കായിട്ടൊന്നും ഞാൻ വാങ്ങിച്ചില്ല. അരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അങ്ങനല്ല, അരി, ആട്ട, പിന്നെ എന്താണ് പഞ്ചസാര. ഞാൻ എനിക്കായിട്ട് ഒരു ഫേഷ്യൽ അല്ല ക്രീം മാത്രമേ വാങ്ങിച്ചുള്ളൂ. അതിന്റെ മോഹം ഇങ്ങനെ ഇരിക്കുക. വിളിച്ചോണ്ട് വന്നാ ഞാൻ എന്നോടൊപ്പം പറഞ്ഞു അവിടെ അങ്ങനെ അടുത്ത കടയിൽ പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇവിടെ വരണമെന്ന് പറഞ്ഞു. സ്റ്റുഡിയോയില് അപ്പം സ്റ്റുഡിയോക്കാർ ഇപ്പോൾ ഇവിടെ തുടങ്ങിയിരിക്കുന്നത് മോളിൽ ക്ലാസിൻ്റെ താഴെ മൊത്തം ഗ്രോസറി ക്യാൻറ്റീൻ. നല്ല പ്രൊഡക്റ്റാണ്. ടാറ്റയുടെ സ്റ്റാറിൻ്റെ പ്രൊഡക്റ്റ് തന്നെ സെപ്പറേറ്റ് ഉണ്ട്. പിന്നെ ബാക്കി എല്ലാ കമ്പനിയുടെ എല്ലാം ഉണ്ട്. നമ്മൾ ഇച്ചിരി ശ്രദ്ധിച്ചൊരു ശകല സമയം എടുത്ത് നോക്കിയെടുത്താൽ ടാറ്റയുടെ തന്നെ നല്ല പ്രൊഡക്റ്റ് നല്ലൊരു വിലയ്ക്ക് കിട്ടും. നല്ല സാധനം, നല്ല ക്വാളിറ്റി ഇടണം. മേലിൽ തുണിയും താഴെ. പക്ഷെ തുണിയുടെ അതിനകത്തോട്ട് എന്നെ കൊണ്ടുപോയില്ല കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ചേട്ടയുടെ കിളി പോകും അതിനകത്തോട്ട് കൊണ്ടുപോകാൻ. കാരണം അതല്ല ടൈം ഇല്ലായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ഒത്തിരി സമയമായിട്ടോ. ചേട്ടൻ ഡ്യൂട്ടിയും കഴിഞ്ഞിട്ടല്ലേ ഇറങ്ങിയേ. അപ്പം ഇപ്പം തന്നെ 9:30 ആയി. അപ്പോൾ ഞാൻ നാളെ രാവിലെ PTക്കൊക്കെ പോകണം. അപ്പോൾ പിന്നെ അതുകൊണ്ട് സമയമില്ലാഞ്ഞതുകൊണ്ട് പിള്ളേർ വിളിച്ചു. അവർ വന്നില്ല. അവിടെ ഭയങ്കര ക്രിക്കറ്റ് കളിയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ വന്നില്ല. ഞാനും ചേട്ടൻ ഗുലാബ് ജാമുൻ അപ്പം അവന്മാർ പറഞ്ഞു അവന്മാർക്ക് ഗുലാബ് ജാമുൻ മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അത് മാത്രം വാങ്ങിച്ചു. ബാക്കിയൊക്കെ ഇതെല്ലാം സാധനങ്ങളാണ്. എവിടെങ്കിലും പോകും ആരെങ്കിലും ക്യാമ്പിലല്ലേ, എവിടെ നമ്മുടെ വീട്ടിൽ ചെന്നാന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വേറെ പിള്ളേരുടെ കൂട്ടി ചെല്ലുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഉള്ളത് പിള്ളേർക്ക് കൊടുക്കും. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് വെച്ചേ പറ്റത്തുള്ളൂ. അത് വേറെ കാര്യം. അങ്ങനെ എവിടുന്ന് ഗുലാബ് ജാമുൻ അമ്മമാർ കഴിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെ അമ്മമാരുടെ കൂട്ടുകാരോട് പേര് ചോദിച്ച് ഓർത്ത് വെച്ചു. രണ്ടാമതൊന്നും ആരോടും ഒന്നും ചോദിക്കത്തില്ല കേട്ടോ. പേര് ചോദിച്ച് ഓർത്ത് വെച്ചിട്ട് ഇപ്പം ഞങ്ങൾ വെളിയിൽ പോയപ്പോൾ ഫോൺ വിളിച്ച് പറഞ്ഞു ഗുലാബ് ജാമുൻ വാങ്ങിച്ചോണ്ട് പറഞ്ഞു. ഇവിടെ നല്ല കമ്മ്യൂണിറ്റി കേട്ടോ. അതായത് ഇവിടുത്തെ പിള്ളേർ അപ്പുറത്തോട്ട് പോകും, അപ്പുറത്തെ പിള്ളേർ ഇപ്പുറത്താണ്. അപ്പൊ എല്ലാവരും അങ്ങനല്ല ഞാൻ പറഞ്ഞത്, എല്ലാവരും കഴിക്കാൻ കൊടുക്കും കേട്ടോ. എല്ലാവരും ഉണ്ട്. അങ്ങനല്ല ഞാൻ ചോദിച്ചാൽ അവിടെയൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് കഴിക്കാൻ കൊടുക്കും കേട്ടോ. അവരുടെ എന്താ പറയുക ഒരു ആതിഥ്യ മര്യാദയാണ്. പിന്നെ ഫുഡ് കഴിപ്പിച്ചിട്ട് വിടത്തുള്ളൂ. അതിപ്പോൾ അറ്റ്ലീസ്റ്റ് ബിസ്ക്കറ്റാന്ന് പറഞ്ഞാലും പിള്ളേരല്ല നമ്മളെ തന്നെയാന്ന് പറഞ്ഞാലും കഴിപ്പിക്കാതെ വിടത്തില്ല കേട്ടോ. അത് എല്ലാ സ്റ്റേറ്റുകാരും ഉള്ളതുകൊണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എവിടുന്നോ പോയി കഴിച്ചതാ. ഞാൻ ഈ സാധനം ഒന്നും വാങ്ങിച്ചു കൊടുക്കത്തില്ല. അപ്പോൾ എവിടുന്നോ പോയി കഴിച്ചതാ. അന്നേരം ഇപ്പം വേണമെന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങൾ രണ്ടും കൂടെ ലേട്ടാ വേണ്ടച്ചേ ഞങ്ങൾ രണ്ടും കൂടെ വെളിയിൽ ഇറങ്ങിയതാ. അപ്പം അതുകൊണ്ട് ഈ മാസത്തെ കോട്ട ഇല്ല